ഇറങ്ങി നിൽക്കലും ആനയുടെ വരവ് ഒന്നിച്ചായതുകൊണ്ട് പുള്ളിക്കാരൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെരുപ്പ് വരെ കാലിടാൻ പറ്റിയിട്ടില്ല. ആന വരുന്ന ആൾക്കാരെ കാണുമ്പോഴത്തേനും വല്ലാതെ ഒച്ചത്തെ ചിഹ്നം പിടിച്ച് നമ്മുടെ ലെവലങ്ങ് ഇതായി പോകും. അന്നെ തല കറങ്ങിയപ്പോൾ അതിനാ പറഞ്ഞു അമ്മ ഇതിന്റെ സൗണ്ട് കേട്ടിട്ട്. എന്നിട്ട് ഞാന് മോനെ ആനയാന്ന് പറഞ്ഞു. അമ്മ അച്ചുട്ടി എന്തിയാന്ന് ഞാൻ നോക്കുമ്പോ കാണുന്നില്ല. നോക്കിട്ടൊന്നും എനിക്ക് കാണുന്നില്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കി താഴോട്ട് നോക്കുമ്പോ ഇങ്ങനെ ചവിട്ടി പിടിച്ച് നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്. പിടിച്ച് അശ്വതിയെ ഓടി വാടി എന്നാന്ന് പറഞ്ഞാൽ അനീഷേട്ടനെ കാണുന്നില്ലടി, ആനയാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാറി അവര് ഓടി കയറി വരുമ്പത്തേനും ഇവിടെ വന്ന് നിൽക്കുവാൻ പുള്ളിക്കാരന്റെ പുറത്തിങ്ങനെ തുമ്പിക്കൈ വെച്ച് ആനെങ്കിൽ നിൽക്കുക. ഇപ്പൊ ജൂൺ മാസം മഴയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ള ഇതാ നമ്മള് മക്കളെ എങ്ങനെ സ്കൂളിൽ വിടും, നമ്മൾ എങ്ങനെ അവിടെ ഇറങ്ങി പണിയെടുക്കും, നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? വല്ലാത്തൊരവസ്ഥയാ ഇത്. ഇപ്പൊ ആണെങ്കിൽ വീടിന്റെ മുറ്റത്തൂടല്ലേ നടപ്പ്. ഇതൊക്കെ ഇവിടെ മുറ്റമല്ലേ, നമ്മുടെ മക്കളാണ് കളിച്ചു നടക്കുന്ന സമയത്തല്ലേ ആന വരുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞുങ്ങളൊക്കെ മുമ്പിൽപ്പെട്ട് അതൊക്കെ എന്താ ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഒരാൾ മരിക്കുമ്പോ നമ്മൾ വന്നിട്ട് അത് ചെയ്യാം ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ പ്രവൃത്തി കാണിക്കേണ്ടത്. അന്നേരത്തെ ഇതിൽ വന്നിട്ട് എല്ലാവരും നമ്മളെ സമാധാനം നിങ്ങൾ പറയുന്നതല്ലേ അംഗീകരിക്കാൻ ചെയ്തു തരാന്നൊക്കെ പറയും. പക്ഷെ എന്നിട്ടൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. എങ്ങനെ ജീവിക്കും ഇതിനകത്ത്? ആ മുട്ടിക്കൊമ്പനെ പിടിച്ച പോലെ തന്നെ ഇതിനെ എന്തെങ്കിലും മയക്കുപിടി വെച്ച് ഇതിനൊന്ന് കൊണ്ടുപോവാണെങ്കിൽ എല്ലാവരും കൂടി സമാധാനമാവും. ആ രമേശന് പറഞ്ഞ ചേട്ടന്റെ ഒരു മോള് അവള് പുറത്തെന്തോ പണി എടുത്തോണ്ടിരിക്കുവായിരുന്നു. അന്നേരം ആനങ്ങനെ അവരെ വീട്ടിൽ അതിൽ തന്നെ അങ്ങനെ പോകുന്നത്. എന്തോ പെണ്ണ് വീട്ടിലോട്ട് ഓടി കയറിയില്ല. പെണ്ണ് ടെറസിന്റെ മേലോട്ട് ഓവനെ അടിച്ച് കയറി വെച്ചത് കൊണ്ട് പെണ്ണ് അതിന്റെ മേലോട്ട് കയറി. അങ്ങനെ ആ പെണ്ണും അല്ലെങ്കിൽ ആ മാനയുടെ മൂവ് പെട്ടെന്നെ. ചേച്ചി അവിടെ പാത്രം തേക്കാൻ വേണ്ടി പോയി ഇരിക്കുക. കാറി കൂവി കുറെ വിളിച്ചു. പാത്രം തേക്കുന്ന വെച്ചക്കാരും ചേച്ചി കേട്ടില്ല. കാട്ടിക്കൂടെ വലിഞ്ഞു കയറി വേപ്പവശം കൂടെ വന്നിട്ടാണ് വീട്ടിലോട്ട് വന്നത്. അല്ലെങ്കിൽ ആന അന്നേരം തന്നെ ചേച്ചിയുടെ കഥയും കഴിഞ്ഞാല് വെളുപ്പിന് 7 മണിക്കുള്ള ബസ്സിനെ കുട്ടികളൊക്കെ രാവിലെ തിരക്ക് പിടിച്ച് ഇറങ്ങിപ്പോന്ന സമയത്ത് ഇങ്ങനെ ആന വരുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ഓരോ കുടുംബത്തോരോ നഷ്ടങ്ങൾ വരുമ്പോൾ നമുക്ക് അതിന്റെ വില അറിയുള്ളൂ. പറയുന്നത് നമുക്ക് എന്തായാലും നമുക്ക് പറയാം അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു. പക്ഷെ അവിടെ കണ്ടു നിന്ന വ്യക്തികൾക്ക് മാത്രമേ അന്നത്തെ അവസ്ഥകൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ആർളം ഫാമിലെ ബ്ലോക്ക് 10 കോട്ടപ്പാറ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഒരു 1.5 മാസം മുന്നേ നമ്മൾ ഈ ഒരു പ്രദേശത്ത് വന്നിരുന്നു. അന്ന് നമ്മൾ കണ്ടതാണ് അനീഷ് എന്ന പേരുള്ള ഒരു സഹോദരനെ കാട്ടാൻ അതിക്രൂരമായി അദ്ദേഹത്തിന്റെ വീടിന്റെ മുൻവശത്ത് വെച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ വെച്ച് കൊലപ്പെടുത്തിയ ഒരു സംഭവമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് നമ്മൾ ഈ പ്രദേശത്ത് വന്നിരുന്നു. അന്ന് ഈ പ്രദേശമൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിരുന്നു. അവിടുത്തെ സംഭവം നടന്ന പ്രദേശം കണ്ടിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അന്നത്തെ ആ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു. അന്ന് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ ഒരു മോഴയാനയായിരുന്നു. ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞ് ഈ ഒരു പ്രദേശം കാര്യങ്ങളൊക്കെ പിന്നീട് കാട് തെളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ ഈ പ്രദേശമൊക്കെ തെളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാനിപ്പോൾ ഈ ഒരു പ്രദേശത്തേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പോൾ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ അതേ മോഴയാന കഴിഞ്ഞ ദിവസം, അതായത് ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കുന്ന ഒരു ചൊവ്വാഴ്ചയാണ്, 21-ാം തീയതി 20-ാം തീയതി രാത്രി ഈ ഒരു പ്രദേശത്ത് അതേ മോഴയാന വീണ്ടും വരികയും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ആ പരിസരത്തേക്ക് വരികയും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ ഓടിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. തലനാരിഴയ്ക്കാണ് അവർ രക്ഷപ്പെട്ട് എന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്നുള്ളതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് അനീഷിൻ്റെ അല്ലെങ്കിൽ ഒരു 1.5 മാസം മുന്നേ കോട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് അനീഷ് എന്ന് പറയുന്ന ആ ഒരു സഹോദരനെ കാട്ടാന കൊലപ്പെടുത്തിയ ഒരു പ്രദേശമാണ്. അന്ന് നമ്മൾ വന്നപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു വഴി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഒരു ആളുകൾക്ക് നടന്നു പോകാനായിട്ടുള്ള ഒരു വഴി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ആ സ്ഥലം. ഇപ്പോൾ ആ സ്ഥലം ഒന്നും കണ്ടാൽ മനസ്സിലാവില്ല കേട്ടോ. എല്ലാം തെളിച്ചു. തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ റോഡും കാര്യങ്ങളൊക്കെ കാണാം. ഈ ഒരു പ്രദേശത്തെ കാടും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത മരങ്ങളും ഒക്കെ വെട്ടിത്തെളിച്ച് കേട്ടോ. മാത്രമല്ല ഇങ്ങോട്ട് വണ്ടി പോകാനുള്ള വഴി രീതിയിലൊക്കെ ആക്കിയിട്ടുണ്ട്. അന്ന് നമ്മൾ കണ്ടാണ് ഇവിടെ വേറെ വണ്ടിയൊന്നും പോകില്ലായിരുന്നു, നടന്നു പോകാനുള്ള വഴി മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്തായാലും നമ്മൾ ആ ചേട്ടൻ്റെ വീട്ടിലേക്കൊന്ന് പോവുകയാണ്. കഴിഞ്ഞ ദിവസം എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം കേട്ടോ. ഭയങ്കര വെയിലാണ് കേട്ടോ. ഇവിടം വരെ ഇപ്പോൾ വഴി ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമാധാനം നമുക്ക് അന്ന് നമ്മൾ വന്നപ്പോൾ ഈ പ്രദേശമൊന്നും മര്യാദയ്ക്ക് നമുക്കൊന്നും അപ്പുറം ഇപ്പുറം കാണാൻ പോലും പറ്റാത്ത സ്ഥിതിയായിരുന്നു. ഏതായാലും ഇവിടെയൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഏതായാലും നമ്മൾ ഇതിന് മുന്നേ അദ്ദേഹം മരിച്ച ആ ഒരു സമയത്ത് നമ്മളിവിടെ വന്നപ്പോൾ ഒരാൾക്ക് നടന്നു പോകാനുള്ള വഴി മാത്രമേ ഉണ്ടായിരുന്നു. മാത്രമല്ല അപ്പുറം ഇപ്പുറം ഒന്നും കണ്ടാൽ മനസ്സിലാവുക പോലും ഇല്ലായിരുന്നു. അത്രത്തോളം ഭീകരമായിരുന്നു ഈ ഒരു പ്രദേശമൊക്കെ. ഏതായാലും
ഇപ്പോൾ ഇവിടെയൊക്കെ തെളിച്ചിരിക്കുകയാണ്. ഈ കാണുന്ന അദ്ദേഹത്തിന്റെ വീട് നമ്മളന്ന് കണ്ടാണ്, വഴിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഏതായാലും വഴിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതായത് ഒരു ജീവൻ പോകണമായിരുന്നു ഈ ഒരു കുടുംബത്തിന് ഇങ്ങനെ ഒരു കാര്യം കിട്ടാനായിട്ട്. അപ്പൊ അത്രത്തോളം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളും ഈ സൗകര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടിയത്. ഇതൊക്കെ കുറച്ചുകൂടെ നേരത്തെ ഇവർക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും ബുദ്ധിമുട്ട് ഇവർക്ക് വരില്ലായിരുന്നു. അതായത് ഈ കാടുകളൊക്കെ കൃത്യമായിട്ട് തെളിച്ച് അവർക്ക് അന്ന് ആണെങ്കിലും കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് പരിക്ക് പറ്റി, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആന ചവിട്ടി ഇവിടെ കിടന്നപ്പോഴാണെങ്കിലും എടുത്തുകൊണ്ട് പോകാനായിട്ട് പോലും ഒരു വണ്ടി പോലും ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. എടുത്തുകൊണ്ട് അങ്ങ് റോഡ് വരെ പോവുകയായിരുന്നു. ഏതായാലും ഇങ്ങനെയാട്ടോ നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് പറയുന്നത്. ഏതായാലും ഞാനിപ്പോൾ ആ ഒരു വീട്ടിലേക്കാണ് പോകുന്നത്. ഏകദേശം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ട് അടുത്ത് വരെ വഴിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുതിയതായിട്ട് വെട്ടിയ വഴിയാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അന്ന് നമ്മൾ വന്നപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു. മാത്രമല്ല ഇവരെയാണ് അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്നത്. നമ്മളന്ന് കണ്ടാണ്, അന്ന് കുഴിയെടുക്കുന്ന രംഗങ്ങളൊക്കെ കണ്ടാണ്. നമ്മൾ ഏറ്റവും അവസാനം വരെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെയാണ് അദ്ദേഹത്തെ സംസ്കരിച്ചത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്. നമ്മളിപ്പോൾ ഏതായാലും അനീഷ് എന്ന് പറയുന്ന ആ ഒരു സഹോദരൻ്റെ വീട്ടിലാണുള്ളത്. ഇതാ ചേട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ. ചേച്ചിയുടെ പേരെങ്ങനെയാണ്? എന്റെ പേര് അമ്പിളി. കഴിഞ്ഞ ദിവസം എന്താ സംഭവിച്ചതെന്നൊന്ന് പറയാമോ? കഴിഞ്ഞ ദിവസം രാവിലെ ഒരു 7 മണിയായിട്ടുണ്ടാവും. 7 മണിയാകുമ്പോഴത്തേനും എല്ലാവരും ഏറ്റ് പണിക്ക് പോകാനുള്ള തിരക്കിലൊക്കെ ആയി, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യേണ്ട തിരക്കിലായ സമയത്ത് അപ്പൊ അറിയുന്നില്ല, തിണ്ണയിൽ അമ്മ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ആന അങ്ങനെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആന വന്നിട്ട് അവിടെ ഒന്ന് നിന്നു. അന്നത്തിന് ഇവരെ ഇവിടെ തന്നെ കശുമാവൊന്ന് കുലുക്കോ കശുവണ്ടി പെറുക്കൊന്നും ചെയ്തിട്ട് അവിടെ നിന്നു. ആളെ കണ്ടത്തിന് ഒരു കാർച്ച കയറി. അപ്പൊ ചുറ്റുവട്ടവരൊക്കെ ശ്രദ്ധിച്ചു പോലും ആന കാറിന് വെച്ച് കേട്ടെന്ന്. എന്നിട്ട് അവിടുന്ന് കുറച്ചുനേരം കാറി ഇങ്ങോട്ട് മാറുന്നില്ല. ഒച്ച എടുത്തപ്പോ ആന തിരിഞ്ഞിതിലേ പോയി. എന്നിട്ട് പാത്രം കഴുകാൻ വേണ്ടി പൈപ്പിളെടുത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചവിട്ടി ഇതാക്കിയിട്ട് ആന കടന്നുപോയിന്ന് പറഞ്ഞു. അന്നേരം അവിടെ എല്ലാം പിന്നെ മറ്റേ മതിലിന്റെ പണിയെടുക്കുന്ന അവരുണ്ടായിരുന്നു. ആരും അറിയുന്നില്ല. പെട്ടെന്നല്ല ആനിങ്ങനെ രാവിലെ വരുന്നത്. അപ്പൊ ആരും അറിഞ്ഞില്ല. അപ്പൊ അവരും കണ്ടു. പെട്ടെന്ന് എല്ലാരും വെപ്രാളമായി പോയി. ഈ മോളിനെ കൊണ്ട് വല്ലാത്തൊരു ശല്യം ഇവിടെ. അതന്നെ. ഇപ്പൊ ഞങ്ങളുടെ ആവശ്യം വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാഗത്തുള്ള ഒരു ആവശ്യം വെച്ച് കഴിഞ്ഞാൽ ഈ ശല്യമുള്ള മോഴനെ എങ്ങനെയാലും മാനന്തവാടി ഉള്ള മറ്റേ ആ ആനനെ കൊണ്ടുപോയപ്പോൾ തന്നെ ഇതിനെ എങ്ങനെയാലും പിടിച്ചോണ്ട് പോവോ, എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യാന് പിടിച്ചോണ്ട് പോകണമെന്നല്ലേ. അതാ ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് രാവിലെ വെളുപ്പിന് 7 മണിക്കുള്ള ബസ്സിനെ കുട്ടികളൊക്കെ രാവിലെ തിരക്ക് പിടിച്ച് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇങ്ങനെ ആന വരുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി എല്ലാരും പറയുന്നത്. എങ്ങനെയും ഒന്ന് ഇതിനെ പിടിച്ചോണ്ട് പോകാനൊരു സമാധാനമായി. ഇപ്പൊ രാവിലെ നമ്മളൊരു പുലർച്ചയായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അടിക്കുമ്പോഴേക്കും ഞാനിങ്ങനെ വന്ന് പെട്ടുപോകാൻ നമ്മൾ എന്നാ ചെയ്യും? അന്ന് തന്നെ എന്റെ ചേച്ചി ഉണ്ടായിരുന്നു അവിടെ. ചേച്ചി അവിടെ പാത്രം തേക്കാൻ വേണ്ടി പോയി ഇരിക്കുക. ചേച്ചിയുണ്ട്. ചേച്ചി കേൾക്കുന്നില്ല ആന വരുന്നത്. ഇവിടുന്ന് കാറി കൂവി കൊറേ വിളിച്ചു. അപ്പം വെള്ളം ഇങ്ങനെ പാത്രം തേക്കുന്ന വെച്ചേക്കാണ്ട് ചേച്ചി കേട്ടില്ല. എന്നിട്ട് ചേച്ചി അതിലൂടെ തെളിച്ച കാട്ടിക്കൂടെ വലിഞ്ഞു കയറി വേക്കുവശം കൂടെ വന്നിട്ടാണ് വീട്ടിലോട്ട് വന്നത്. അല്ലെങ്കിൽ ആന അന്നേരം തന്നെ ചേച്ചിയുടെ കഥയും കഴിഞ്ഞാന്. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നാ പറഞ്ഞത്. അതെ. ചേച്ചി മാത്രമല്ല, ആ സമയത്ത് ആ വീട് ചുറ്റുവട്ടമൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങുന്ന ഉണ്ട്. അതാ അതിന്റെ അപ്പുറത്ത് അവിടുത്തെ പിന്നെ രമേശ് എന്ന് പറഞ്ഞ ചേട്ടന്റെ ഒരു മോള്, അവള് പുറത്തെന്തോ പണി എടുത്തോണ്ടിരിക്കുവായിരുന്നു. അന്നേരം ആനങ്ങനെ അവരെ വീട്ടിൽ അതിൽ തന്നെ അങ്ങനെ പോകുന്നത്. എന്തോ പെണ്ണ് വീട്ടിലോട്ട് ഓടി കയറിയില്ല. പെണ്ണ് ടെറസിന്റെ മേലോട്ട് ഇങ്ങനെ ഓവനെ അടിച്ച് കയറി വെച്ചത് കൊണ്ട് പെണ്ണ് അതിന്റെ മേലോട്ട് കയറി. അങ്ങനെ ആ പെണ്ണും അല്ലെങ്കിൽ ആ മാനയുടെ മുമ്പിൽ പെട്ടേനെ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ. ഇപ്പൊ അനീഷനെ ആന കൊലപ്പെടുത്തി ഇപ്പൊ എത്ര ദിവസം കഴിഞ്ഞു? ഇപ്പം കഴിഞ്ഞ 1 മാസം കഴിഞ്ഞു. 2ാമത്തെ മാസം തുടങ്ങുന്നത്. എന്തായാലും 10-40 ദിവസം കഴിഞ്ഞു. 40 കഴിഞ്ഞു. 40 48 ദിവസമൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞല്ലേ? അതിനുശേഷം എല്ലാ ദിവസം പറഞ്ഞാൽ ആന വരുന്നുണ്ടോ? ഒരു 2-3 ദിവസം കഴിയുമ്പോ ആന വരും. ആന വന്ന് അതിൽ തന്നെ വന്ന് ഇവിടെ കുറച്ചൊരു നിന്ന് അങ്ങനെ അങ്ങ് പോവാന. ഇതേ ആന തന്നെ. ആനയുടെ ആ ഒരു ദേഷ്യം ദേഷ്യം എന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഒരാളെ ഇതാക്കിയതിന്റെ ഒരു ഇത് ആനക്ക് മാറിയിട്ടില്ല. അപ്പൊ ആ ഒരു ഇതിലാണ് ആന വന്ന് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഒന്നും വേണ്ട, ആനയ്ക്ക് ചക്കയൊന്നും വേണ്ട. കശുമാവള്ളിയാണ്, കുറച്ച് അണ്ടിയുണ്ട്, ചക്ക പ്ലാവ് ചക്കയുണ്ട്, അതൊന്നും വേണ്ട. ഇതൊന്നും പറിക്കുന്നില്ല. ഒരു കുഴപ്പമില്ല. ചക്ക വേണ്ട, കശുവണ്ടി വേണ്ട, ഒന്നും വേണ്ട. ആന വരുന്ന ആൾക്കാരെ കാണുമ്പോഴത്തേനും വല്ലാതെ ഒച്ചത്തെ ചിഹ്നം പിടിച്ച് നമ്മുടെ ലെവലങ്ങ് ഇതായി പോകും. അന്ന് തന്നെ തല കറങ്ങിയപ്പോ ആയിന്നാ പറഞ്ഞ അമ്മ ഇതിന്റെ സൗണ്ട് കേട്ടിട്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ഓർമ്മയിലേക്ക് പോകും. അതെ, അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പോകും ഇപ്പൊ.
വല്ലാത്തൊരു രീതിയിൽ ഇവിടുത്തെ ജീവിതം. ഇപ്പൊ പകലാണെ തന്നെ വീടിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പെരക്കകത്ത് ഇപ്പൊ രാവിലെ ഒന്നും ചെയ്യാൻ 10 എണീക്ക് തന്നെ പണിക്ക് പോകുന്നവർ തന്നെ പോണെങ്കിൽ 1-2 ആൾക്കാർ ഒന്നിച്ച് പോയിട്ട് ആളെ വിട്ടിട്ടാണ് ഇപ്പം പണിക്ക് തന്നെ പോകുന്നത്. വീട്ടിലോട്ട് ഇങ്ങോട്ടിൽ ഇറങ്ങണ തന്നെ ചുറ്റുപാടൊന്നും നോക്കാതെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല. ഞാനിപ്പോ 7 മണിയായപ്പോഴാ വന്നല്ലേ? വെളുപ്പിന് 7 മണിക്ക്. അപ്പൊ നിങ്ങളപ്പോ ശരിക്കും പറഞ്ഞാൽ എപ്പോ പണിക്ക് പോകും? അതല്ലേ പറയുന്നത്. അനിയൻ പണിക്ക് പോകട്ടെ. അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പുള്ളിക്ക് പണിയില്ലായിരുന്നു, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അനിയൻ പെട്ടേനെ. പുള്ളി ആ സമയത്താ പോകുന്ന സമയം അത് ഞായറാഴ്ച ആയതുകൊണ്ട്. അല്ലെങ്കിൽ അവൻ പെട്ടുപോയെന്നെ. ഇപ്പൊ പണിക്കിറങ്ങാൻ പറ്റുന്നില്ല. സ്കൂള് തുറന്ന പിള്ളേർ സ്കൂളിൽ എങ്ങനെ വിടും? നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനാണ് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. എങ്ങനെ ജീവിക്കും ഇതിനകത്ത്? ആ മുട്ടിക്കൊമ്പനെ പിടിച്ച പോലെ തന്നെ ഇതിനെ എന്തെങ്കിലും മയക്കുവീട് വെച്ച് ഇതിനൊന്ന് കൊണ്ടുപോവാണെങ്കിൽ എല്ലാവരും കൂടി സമാധാനാവും. ഇത്രയും പേരെ കഴിഞ്ഞ വർഷം രണ്ടുപേരെ കൊന്നില്ലേ? അത് ഈ വർഷം അതുപോലെ ഒരാളെ ഇവിടുന്ന് ഇതുപോലെ ചെയ്തു. അപ്പൊ ഇങ്ങനെ ശല്യമുള്ള ആനകളെ നമ്മൾ എന്തായാലും കൊണ്ടുപോകേണ്ടതാ. പക്ഷെ ഇതിനെപ്പറ്റി ഒരു തീരുമാനം ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നമ്മൾ ഒരാൾ മരിക്കുമ്പോ നമ്മൾ വന്നിട്ട് അത് ചെയ്യാം ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ പ്രവൃത്തി കാണിക്കേണ്ടത്. അത് ചെയ്യുന്നില്ല. അന്നേരത്തെ ഇതിൽ വന്നിട്ട് എല്ലാവരും നമ്മളെ സമാധാനിപ്പിക്കും. നിങ്ങൾ പറയുന്നതല്ലേ അംഗീകരിക്കാൻ ചെയ്തു തരാന്നൊക്കെ പറയും. പക്ഷെ ഇതുവരെ ആയിട്ടും ഇതാ ഞങ്ങൾ അറിയിച്ച കാര്യങ്ങളാ. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആന വന്നിട്ടും പോയിട്ടിടുന്ന കാര്യങ്ങൾ അറിയിച്ചതാ. എന്നിട്ടൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അപ്പം പുറത്തൊരു പകല് തന്നെ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ പിന്നെ ഉണ്ടാകും. ഇതിപ്പം ഫെൻസിങ് എല്ലാം കത്തിന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പിലൊക്കെ ഇടുന്നുണ്ട്. ഗ്രൂപ്പ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആയ കാരണം ഇവർക്ക് പകലാണെങ്കിൽ ഇവർക്ക് സഞ്ചരിക്കാൻ നല്ല സൗകര്യമല്ലേ? ഇവരിങ്ങനെ നടക്കുക. ഇവർക്ക് തീറ്റൊന്നും അങ്ങനെ പ്രധാന തീറ്റൊന്നും വേണ്ട. ഇങ്ങനെ നടക്കുക. അപ്പൊ അതിനുശേഷം ഈ കാട് തെളിക്കാനൊക്കെ തുടങ്ങി. ഈ കാട് ഇപ്പൊ ശരിക്കും തെളിച്ചിട്ടുണ്ടോ? ഈ ഭാഗത്ത് ഫുള്ളും തെളിച്ചു. മൊത്തം മരങ്ങളൊക്കെ മുറിച്ച് തെളിച്ചു. പക്ഷെ മുറിച്ചിട്ടും കാര്യമില്ല. എന്നാലും ആന വരുന്നുണ്ട്. മരങ്ങൾ മുറിച്ചിട്ടും ഒരു കാര്യമില്ല. അതിന്റെ ഇടക്കൂടെ തന്നെയല്ല ആന വരുന്നത്. ഇപ്പൊ ആണെങ്കിൽ വീടിന്റെ മുറ്റത്തൂടല്ലേ നടപ്പ്. ഇതൊക്കെ ഇവിടെ മുറ്റമല്ലേ? നമ്മുടെ മക്കളാണ് കളിച്ചു നടക്കുന്ന സമയത്തല്ലേ ആന വരുന്നത്. എന്ത് ചെയ്യാൻ പറ്റൂ? കുഞ്ഞുങ്ങളൊക്കെ മുമ്പിൽപ്പെട്ട് അതൊക്കെ എന്താ ചെയ്യാൻ പറ്റുമോ? അതുപോലെ തന്നെ അന്ന് ഈ നഷ്ടപരിഹാരം കാര്യങ്ങളൊക്കെ കിട്ടിയോ ചേച്ചി? അത് ഒരു 5 കിട്ടി. പിന്നെ മന്ത്രിയുടെ വക ഒരു 2 അങ്ങനെ അത്രയും കിട്ടി. 7 കിട്ടി. 7 കിട്ടി മൊത്തം 10 അല്ലേ തരുന്നത്? ബാക്കി പൈസയുടെ കാര്യം എന്താ പറഞ്ഞത്? ഇതുവരെ തീരുമാനമായിട്ടില്ല. അതിന്റെ എല്ലാം അയച്ചിട്ടുണ്ട്. ഇതുവരെ അതിന്റെ ഒന്നും ആയിട്ടില്ല. പിന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടെന്ന് വെച്ചാല് ഞാൻ പണിക്കൊന്നും പോകാത്ത വ്യക്തിയല്ലേ. അപ്പൊ ഞങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം മോളെ +2 അല്ലേ? അപ്പൊ +2 കഴിഞ്ഞിട്ട് അവർക്ക് തുടർന്ന് പഠിക്കണമെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ? അപ്പൊ അത് നമ്മൾ ആവശ്യപ്പെട്ടു. എന്റെ മക്കളെ 2 പേരുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണം. എനിക്ക് പറ്റുന്ന ജോലി എന്താന്ന് വെച്ചാൽ പറ്റുന്ന ഒരു ജോലി, സർക്കാർ ജോലി സ്ഥിരമായിട്ട്, അങ്ങനെ ഒരു തീരുമാനത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടതാ. പക്ഷെ അത് അവരെ ഭാഗത്ത് ഇതുവരെ ഒരു അറിയിപ്പോ കാര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല, ഉറപ്പും തന്നിട്ടില്ല. പിന്നെ എങ്ങനെ ഇനിയിപ്പോ പിന്നെ മെയ് മാസം ജൂൺ ആകുമ്പോൾ സ്കൂൾ തുറക്കാൻ തുടങ്ങും. പിന്നെ ഇവരെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? എല്ലാ കാര്യങ്ങളും മേടിക്കും, പെറുക്കും, യൂണിഫോം ആണെങ്കിലും പുസ്തകങ്ങളെല്ലാം മേടിക്കണ്ടേ? പ്രൈവറ്റ് ബസ്സിനെ വിടുന്ന മക്കളെ. അപ്പൊ അതിന്റെ ദിവസം വണ്ടിക്കൂലി എല്ലാം ദിവസം കൊടുക്കണ്ടേ? അപ്പൊ റോഡ് ഇപ്പൊ അറിയത്തില്ല. കഴിഞ്ഞ വർഷം പിന്നെ +2 പിന്നെ വണ്ടി താഴെ വരെ വരും. അപ്പൊ താഴെ വന്നാല് നമ്മുടെ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല പിള്ളേരെ. എന്താണെന്ന് വെച്ചാൽ അത്രയും ദൂരം ഈ ആനയൊക്കെ നമുക്ക് നടത്തി അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പം ബസ് ഇതുവരെ ഒന്ന് ഓടുന്നുണ്ട്. അപ്പൊ പ്രൈവറ്റ് ബസ് ഒന്ന് ഓടുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ പോയി നിന്നിട്ട് കുഞ്ഞിനെ ആ ബസ്സിനെ കയറ്റി നമ്മൾ അങ്ങനെ വിടും. മോള് പിന്നെ ഹോസ്റ്റലല്ലേ. ശരിക്കും സ്കൂൾ ബസ് എവിടെ വരെ വരുന്നപ്പോ? നമ്മുടെ താളിപ്പാറ എന്ന് പറയും, അവിടെ വരും. ബസ്സല്ല, ജീപ്പ്. അങ്ങനെ രാവിലെ കൊണ്ടുവിടും. അങ്ങനെ കൊണ്ടുവിടണം. അപ്പൊ നമുക്കത് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അങ്ങനെ വിടാതെ എന്തായാലും നമ്മുടെ കോട്ടപ്പാറ കവലക്കല്ലേ ബസ് പോന്നെ, നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തിട്ട് പിള്ളേരെ അങ്ങനെ കയറ്റി വിടും ബസ്സിന്. വൈകുന്നേരം നമ്മൾ അവിടെ പോയി നിന്നിട്ട് വിട്ടിട്ട് വരും. അതാ അങ്ങനത്തെ അവസ്ഥ. ഇപ്പൊ അത് ഇങ്ങനെ വരെ വിടാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ വീടിന്റെ അകത്തുനിന്ന് നമുക്ക് പുറത്ത് ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇനിയിപ്പം ജൂൺ മാസം മഴയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ള ഇതാണ് നമ്മള്. മക്കളൊക്കെ എങ്ങനെ സ്കൂളിൽ വിടും? നമ്മൾ എങ്ങനെ ഇവിടെ ഇറങ്ങി പണിയെടുക്കും? നമ്മുടെ കാര്യങ്ങൾ എന്നാ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വല്ലാത്തൊരവസ്ഥയായത്. ചേച്ചി, പിന്നെ അന്ന് രാത്രി ശരിക്കും സംഭവിച്ചത് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാവോ? എനിക്ക് അതിനുശേഷം ചേച്ചിനെ കാണാൻ വരണം എന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. അന്ന് ശരിക്കും എന്താ സംഭവിച്ചത്? എത്ര മണിയായപ്പോഴാണ് സംഭവം നടന്നതെന്ന് പറയാമോ? 3-3:45 നമ്മള് എനിക്ക് സമയം നോക്കുന്നില്ലല്ലോ. അതെ അതെ. അപ്പൊ ഞങ്ങള് പുള്ളി ആദ്യം ഏറ്റു. അതിന്റെ പുറകെ ഞാനും മോനും കൂടെ ഏറ്റു. ശരിക്കും എന്തിനാ ഒച്ച കേട്ടിട്ടാണോ? അല്ല, ബാത്റൂമിൽ പോകാൻ വേണ്ടി ഏറ്റു. ഞങ്ങൾ എണീക്കും അങ്ങനെ തന്നെ. നിങ്ങളുടെ ചോദിച്ച് നമ്മൾ അങ്ങ് പോയിട്ടല്ല പിന്നെ ബാത്റൂമിൽ പോകുന്നത്. അപ്പൊ ഒന്നിച്ചേറ്റു. പുള്ളി ഇറങ്ങി ഇവിടെ നിന്നു. അപ്പൊ ലൈറ്റ് എടുത്തിട്ടില്ല. പുള്ളി ലൈറ്റ് എടുത്തിട്ട് ഇറങ്ങുന്നതാ. ലൈറ്റ് എടുത്തില്ല. ഇവിടെ നിന്നിട്ട് പറയുന്നുണ്ട് ആനയാടിന്ന് പറഞ്ഞു. ആനയാടിന്ന് പറഞ്ഞപ്പോ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അകത്തോട്ട് കയറി.
ചേച്ചിയും ഇവിടം വരെ വന്നായിരുന്നു. വന്നു. ഞാൻ കുഞ്ഞിനെയും കൂട്ടി അകത്തോട്ട് കയറി. അപ്പൊ ഞാനോർത്ത് എന്റെ പുറകെ ഓടി വരുന്നോർത്തു. അപ്പൊ ഓടുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ തന്നെ തിണ്ണെ കൂടെ അല്ലേ ഓടുന്ന, വേക്ക് വശം കൂടെ ആയിരിക്കും ഓടുന്നത്. അടുക്കള വാല് തുറന്നു. അപ്പൊ അടുക്കള വാല് പോയി തുറക്കുമ്പോഴത്തേനും ആന അവിടെ നിപ്പുണ്ട്. എങ്ങനെ ആന ഇവിടെ കണ്ട ആന എങ്ങനെ അവിടെ എത്തിന്ന് എനിക്കറിയത്തില്ല. അത്ര മിനിറ്റുകളുടെ ഉള്ളിൽ ആന അവിടെ എത്തി. നോക്കുമ്പോ ആന ഈ വേക്കോസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. നിറഞ്ഞു നിന്ന് ഞങ്ങള് വാതിൽ തുറക്കുന്ന ഒച്ചയ്ക്ക് ഞങ്ങള് എന്നെ കുഞ്ഞിനെ നോക്കി ഇങ്ങനെ നിൽക്കുക ആന. എന്നിട്ട് ഞാന് മോനെ ആനയാന്ന് പറഞ്ഞു. അമ്മ അച്ചുട്ടി എന്തിയാന്ന് നോക്കുമ്പോ കാണുന്നില്ല. നോക്കിട്ടൊന്നും എനിക്ക് കാണുന്നത്. എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കി താഴോട്ട് നോക്കുമ്പോ ഇങ്ങനെ ചവിട്ടി പിടിച്ച് നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഇവിടുന്ന് ബേക്ക് വശം അവിടെ ഓടിയെത്തി ഞങ്ങൾ. പുള്ളി അങ്ങനെ ബേക്ക് വശം ഓടി കോവണി കയറാൻ വേണ്ടി വന്നതാന്ന് തോന്നുന്നു. അങ്ങനെ ആയിരിക്കും പുള്ളിക്കാരൻ വന്നത്. കോവണി കയറി പിന്നെ പൊക്കത്തോട്ട് കയറാൻ ഓർത്ത് വന്നതായിരിക്കും. അതായിരിക്കും ആന അവിടെ വെച്ച് ഇതാക്കിയത്. തട്ടി വീണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ മഴ തലേന്ന് പെയ്ത് എന്റെ നനവൊക്കെ ഉണ്ടായിരുന്നു. തട്ടി വീണു. അല്ലെങ്കിൽ അങ്ങനെ ഇതാവേണ്ട ആവശ്യമില്ലായിരുന്നു. ചേട്ടന് ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. പറ്റിയില്ല. ഞങ്ങള് വാൽ തുറക്കുമ്പോഴത്തേന് ആന പുള്ളി വീണ കൊണ്ട് ആന വന്ന് ഇതിനെ ഇതാക്കി. ആ സംഭവം എനിക്ക് മനസ്സിലാവുന്നത് അത് കോവണി കയറാനായിരിക്കും. ഞാന് ഒന്നും കേട്ടില്ല. ഓടുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ ഓടുന്ന ഒച്ച കേട്ടിട്ട് ഞാൻ വാതിൽ തുറന്ന് അടുക്കളവാല് തുറന്നു പോയി നോക്കുന്നത് ആന നിൽക്കുന്നത് ഞാൻ കാണുന്നത്. ഒന്നും കാണാൻ കഴിയുന്നില്ല. മഞ്ഞ് മൂടിയ കാരണം ലൈറ്റ് ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നും കാണാൻ കഴിയാത്തൊരവസ്ഥ. ആനനെ മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ, വേറെ ഒന്നും എനിക്ക് കാണുന്നില്ല. ആനയെ ഉറ്റു നോക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു മോനെ അച്ഛനെ കാണുന്നില്ലല്ലോ എന്ന്. നോക്കുമ്പോ ഇങ്ങനെ ചവിട്ടി പിടിച്ച് നോക്കും. ഞാൻ എന്നിട്ട് കുറെ വിളിച്ചിട്ട് ഇനി അനക്കൊന്നും ഇല്ല. എന്നിട്ട് ഞാൻ പിന്നെ മുൻവശത്തെ വാല് കൂടെ മോനെ കൂട്ടി ഞാൻ കുറെ ഞങ്ങൾ തൊട്ട് താഴെ താമസിക്കുന്നതിന് അവരിപ്പോ അവിടെ താമസമില്ല. അവരവിടെ പോയോ? അവരവിടെ ഇല്ല. അന്നുണ്ടായിരുന്നു. പിന്നെ പോയി അവരെ പിന്നെ വേറെ വീടുണ്ട്, മരുമോളെ വീടൊക്കെ ഉണ്ട് അവിടുത്തെ. ഈ പേടി കാരണം പോയതാ? ഈ ആനശല്യം കാരണം പോയത്. അവർ തന്നെ ഇല്ലല്ലോ. നിങ്ങക്ക് സത്യം പറഞ്ഞ അയലോക്കം ഇല്ലാണ്ടായില്ലേ? ഇല്ല, നമ്മളേ ഉള്ളൂ. എന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഒച്ചത് ഞാൻ ആ പെണ്ണിനെ അവിടുത്തെ വീട്ടിലെ പെണ്ണിനെ വിളിച്ചു. അശ്വതിയെ ഓടി വാടി എന്നാന്ന് പറഞ്ഞാൽ അനീഷേട്ടനെ കാണുന്നില്ലടി, ആന ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാറി. അവർ ഓടി കയറി വരുമ്പത്തേനും ആന ഇവിടെ എത്തി. ചേച്ചി എന്നിട്ട് ഇവിടെ വിളിച്ചു പോയി? ഞാൻ പിന്നെയും ഇവിടെ വന്നിട്ട് വിളിച്ചു പോയി. ആരെങ്കിലും കേട്ട് ഓടി. ആ സമയം ആന ഇറങ്ങിപ്പോയോ? ഇല്ല, പോയിട്ടില്ല. ഇവിടെ ഉണ്ട് ആന. അവിടുന്ന് ഞാൻ ഇവിടെ എത്തുന്ന സമയം കൊണ്ട് ആന പിന്നെയും തിരിഞ്ഞു ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കും ആന. നോക്കുമ്പോ ഇവിടെ കിടക്കും. ഇവിടെ ആന ഇവിടെ നിൽക്കുന്നുണ്ട്. പുള്ളിക്കാരന്റെ പുറത്തിങ്ങനെ തുമ്പിക്കൈ വെച്ച് ആനങ്ങനെ നിൽക്കുക. എന്നിട്ട് ഞാൻ ഓടി എന്റെ കാർച്ച് വല്ലതും കേട്ട് അതുങ്ങൾ ഓടി അവിടം വരെ വന്നു. അപ്പൊ ലൈറ്റ് അടിക്കുന്നുണ്ട്. ലൈറ്റ് അടിക്കുമ്പോ ആന ഇവിടെ നിൽക്കുന്നവർ അവർക്ക് ഇങ്ങോട്ട് കയറി വരത്തില്ല. കയറി വരത്തില്ലല്ലോ. അവര് പിന്നെയും തിരിച്ചു പോയി. പിന്നെ കുറെ കഴിഞ്ഞ അരമണിക്കൂറോളം ആന ഇങ്ങനെ തന്നെ നിന്നു. ഞങ്ങളിങ്ങനെ കാർന്നു വിളിക്കുന്നു. ഞാൻ പറഞ്ഞു മോനെ ആരെങ്കിലും ഒന്ന് വിളിക്കുക, അച്ഛനെ വിളിക്ക്. അങ്ങനെ കുഞ്ഞു ഫോൺ എടുത്തിട്ട് അച്ഛനെ വിളിച്ചു. ആ സമയത്ത് ഫോറസ്റ്റുകാരെ വിളിക്കുകയെല്ലാം ചെയ്തായിരുന്നു? ഇല്ല, ഞങ്ങളുടെ അടുത്ത് അവര് നമ്പറൊന്നും ഇല്ലായിരുന്നു. അന്നേരം ഗ്രൂപ്പൊന്നും എന്റെ ഫോണിലില്ലായിരുന്നു. പുള്ളിക്കാരന്റെ ഫോൺ അത്. അതിനകത്ത് ഗ്രൂപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒന്നും ആരെയും വിളിക്കാൻ പറ്റിയില്ല. പിന്നെ അച്ഛനെ വിളിച്ചു. അച്ഛൻ വിളിച്ചിട്ട് പിന്നെ അവരെ ഇളാമയുടെ പെങ്ങളുണ്ട്, പെങ്ങളോട് കാര്യം പറഞ്ഞു. അങ്ങനെ അച്ഛൻ ഓടി വന്ന് അവിടെ ഒരു 5-6 ഏക്കർ സ്ഥലം കഴിഞ്ഞ് ഇവിടെ അച്ഛൻ വരാൻ. അച്ഛൻ ഇതിൽ തന്നെ വന്നു രാത്രിക്ക്. ഓടി വരുമ്പോ തന്നെ ഇങ്ങനെ മുകളില വരുമ്പോ കാണുന്ന ഇങ്ങനെ അച്ഛൻ അവിടെ എത്തുമ്പോ തന്നെ ആന ഇറങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. തിരിച്ചിറങ്ങി പോകുന്നല്ലേ? അതായത് അരമണിക്കൂറെങ്കിലും ആന ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അച്ഛൻ അങ്ങനെ ഞാൻ അതിന് മുമ്പ് തന്നെ ആന ഇറങ്ങി. എന്നെ കുഞ്ഞ് വിടുന്നില്ല. അമ്മ ഇറങ്ങല്ലേ. ഞാൻ പറഞ്ഞു അച്ചുട്ടെ നോക്കട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കുഞ്ഞിനെ അവിടെ തന്നെ നിർത്തി. മോനെ ഇങ്ങോട്ട് ഇറങ്ങി കാണണ്ട, അവസ്ഥയെ കാണണ്ടല്ലേ നോക്കിട്ട് അവനെ അവിടെ തന്നെ നിർത്തി. അപ്പൊ കുറച്ച് വെള്ളം ഞങ്ങളിങ്ങനെ വെക്കും. കാലുവഴി അകത്തോട്ട് കയറാൻ വേണ്ടി വെള്ളം ഇങ്ങനെ വെക്കുന്നത് ഞങ്ങളവിടെ. അപ്പൊ അവിടുന്ന് കുറച്ച് വെള്ളം കയ്യിൽ കൊണ്ടുവന്ന് ഞാൻ ഒഴിച്ചു മുഖത്തെല്ലാം തടവി നോക്കുമ്പോ തന്നെ ബ്ലഡ് ഇങ്ങനെ അതിന്റെ കയ്യെ തടഞ്ഞു. എനിക്ക് മൂക്കിനല്ല കൈ നോക്കുമ്പോ ഇല്ല. അങ്ങനെ അച്ഛൻ വന്നു. ഇല്ല, ഒന്നുമില്ല. അച്ഛൻ വന്നു കഴിഞ്ഞ പിന്നെ അന്ന് ഫോറസ്റ്റുകാർ വന്നത്. അവര് വന്ന ഉടനെ അന്നേരം തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അവര് വന്നതിന് സമയമായി. അന്നേരത്തിന് 4-4 ഒക്കെ ആയിട്ടുണ്ടാവും സമയം ഏകദേശം. ഞാൻ ചോദിക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്. ആ സമയത്ത് ഇവിടെ പറഞ്ഞ് കേട്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആനക്കിട്ട് കല്ല് എറിഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു സംഭവം ഞാൻ കേട്ടു. ഒന്നും ചെയ്യാൻ അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ രക്ഷപ്പെട്ടേനെ. അങ്ങനെ എന്തെങ്കിലും പുള്ളിക്കാരന് ചെയ്യാൻ പറ്റെങ്കിൽ ഇന്ന് ആ കിടപ്പ് അവിടെ കിടക്കൂല. പുള്ളിക്കാരൻ എങ്ങനെയും രക്ഷപ്പെട്ടേനെ. ഇതിപ്പോ ഒന്നും ചെയ്തില്ല. നമ്മളെന്ന് വെച്ചാൽ സ്വാഭാവികം ഇവിടെ ആന വരുന്ന സ്ഥലം തന്നെയാ. നമുക്ക് കശുവണ്ടി പിന്നെ പ്ലാവൊക്കെ ഉള്ള കാരണം ആന വരുന്ന തന്നെയാ. നമ്മൾ മാമ്പഴമൊക്കെ ഇരിഞ്ഞിട്ടാണെങ്കിൽ അവിടെ തന്നെ ഇടും. പല പ്രാവശ്യങ്ങളിലാണെങ്കിൽ ആന വന്നിട്ട് മാമ്പഴം തിന്ന് നമ്മൾ ഇവിടെ നിന്നോട്ട് നോക്കും. നമ്മൾ എന്നാ വിചാരിക്കും എന്തായാലും അത് അവിടെ കിടന്ന് നശിച്ചു പോകുന്നല്ലേ. ഒരു ജീവിയുടെ വയറ് നിറയുവാണ്, തിന്നിട്ട് പോട്ടെ. നമ്മൾ നിന്നോട്ട് ഞാനും ഞങ്ങളും ഇവിടെ തന്നെ കുഞ്ഞുങ്ങളടക്കം ഞങ്ങൾ ഇവിടെ നിന്നോട്ട് ആന തിന്ന് തീരുന്നവിടെ നമ്മൾ നിന്നോട്ട് നോക്കും. ചക്ക പറിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ. ചക്ക പറിച്ചിട്ട് ചക്ക നമുക്ക് ഉപകാരപ്പെടില്ല. എന്തായാലും പറിച്ചു പോയി തിന്നിട്ട് പോട്ടെ എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ വിടുകയുള്ളൂ. പക്ഷെ അന്നത്തെ ആന
ചക്ക പറിച്ച് തിന്നിട്ട് ഒരു പിഞ്ചു ചക്ക അവിടെ പറിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ അത് തിന്നിട്ടൊന്നുമില്ല. ആനയുടെ ശ്രദ്ധ മൊത്തം ഇങ്ങോട്ടായിരുന്നു. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയെങ്കിലുണ്ടല്ലോ ഇന്ന് ഈ അവസ്ഥ ഞങ്ങൾക്ക് വരൂലായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ മിറ്റത്തിന് എവിടുന്ന് കല്ല് കിട്ടാൻ? ഇതൊക്കെ തന്നെ ഇപ്പം കളച്ച് പറിച്ച് മിറ്റം നമ്മളെ ചടങ്ങിന് വേണ്ടിട്ട് ഇതൊക്കെ കളച്ച് പറിച്ച് ഇങ്ങനെ ഇട്ടത് ഇവിടെയല്ല. അല്ല, ഞാൻ അന്ന് രാവിലെ വന്നായിരുന്നു. അല്ലാതെ ഒന്നും ഇവിടെ ഇല്ല. അല്ല, ഞാൻ അങ്ങനെ ഒരു സംസാരം കേട്ടിരുന്നു. അപ്പൊ ചേച്ചിയുടെ ഭാഗം ഞാൻ ഇതുവരെ കേട്ടില്ല. അപ്പൊ ചേച്ചിയുടെ അടുത്ത് നേരിട്ട് സംസാരിക്കാൻ പറ്റാത്ത അതെ എന്താണ് സംഭവിച്ചെന്നുള്ള ചേച്ചി പറയുന്നതാണ് കറക്റ്റ്. കാരണം ചേച്ചിയാണല്ലോ നേരിട്ട് കണ്ടത്. നമുക്ക് എന്തെങ്കിലും ചെയ്ത് അവർ തുരത്തി ഓടിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അങ്ങനെ അവർ തിരിഞ്ഞങ്ങ് പോയിക്കോളും. പക്ഷെ ഇത് ഇറങ്ങി ഇറങ്ങി നിൽക്കലും ആനയുടെ വരവ് ഒന്നിച്ചായതുകൊണ്ട് പുള്ളിക്കാരൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെരുപ്പ് വരെ കാലിടാൻ പറ്റിയിട്ടില്ല. അതുവരെ ചിന്തിക്കണം. ചെരുപ്പ് വരെ ഇടാനും പുള്ളിക്കാരൻ സമയം കൊടുത്തിട്ടില്ല. ആ സ്പീഡിൽ ആനിങ്ങെത്തി. പറയുമ്പോ ഇവിടെ അങ്ങനെ തന്നെയാ, ഈ ഏരിയയിൽ അങ്ങനെ തന്നെ. എന്തെങ്കിലും സംഭവിച്ചാല് പിന്നെ ചുറ്റുവട്ടം ഉള്ളവർ ആദ്യം പറയുന്നത് അങ്ങനെ അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, എറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഓരോ കുടുംബത്തോരോ നഷ്ടങ്ങൾ വരുമ്പോൾ നമുക്ക് അതിന്റെ വില അറിയുള്ളൂ. പറയുന്ന നമുക്ക് എന്തായാലും നമുക്ക് പറയാം അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചെന്ന്. പക്ഷെ അവിടെ കണ്ടു നിന്ന വ്യക്തികൾക്ക് മാത്രമേ അന്നത്തെ അവസ്ഥകൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ അങ്ങനെ പുള്ളി അങ്ങനെ എറിയുന്നതോ പിടിക്കുന്നതോ അങ്ങനെ കണ്ടവർ ആരെങ്കിലും ഉണ്ടാകണം. അതുണ്ടായിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ നേരിട്ട് കണ്ട കാര്യമാണ്. എന്നാൽ അവർ പറയുവാണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം. ശരിയായിരിക്കും, ഒരാൾ കണ്ടിട്ടല്ലേ പറയുന്നത്, നമുക്ക് പറയാം. ഇത് നമ്മൾ കാണാതെ ഒരു വ്യക്തിനെ കൊണ്ട് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. നാളെ നമ്മളല്ലേ ഇതിനകത്ത് താമസിക്കും, നാളെ നമുക്ക് വരില്ല എന്നുള്ളത് ചിന്തിക്കാൻ പാടില്ല ആരായാലും. ആർക്ക് വേണമെങ്കിലും ഇത് വരാലോ. അതെ, നമ്മളൊക്കെ ഒരു എന്താന്ന് പറയാന്ന് വെച്ചാൽ നൂൽ പോയിന്റിൽ നമ്മളിവിടെ ജീവിക്കുന്നത്. ഏത് നിമിഷം വേണ്ടി നമുക്ക് എന്തും സംഭവിക്കാം. ഇപ്പൊ പകല് തന്നെയൊക്കെ ആന വരുന്ന പ്രദേശത്ത്. ചേച്ചി എത്ര വർഷമായി ഇവിടെ? നിങ്ങൾ എത്ര വർഷമായി ഇവിടെ താമസിക്കുന്നത്? 20 വർഷം ഞങ്ങൾ സ്ഥലം കിട്ടിയ വർഷം തന്നെ 20 വർഷം മുതലേ ഇവിടെ അങ്ങനെയില്ല. ഞങ്ങൾ വന്ന വർഷം ആനശല്യം ഇവിടെ. ഞങ്ങള് ഒരു 5-8 വർഷം ആയിട്ടുള്ളൂ ഇപ്പൊ ഇങ്ങനെ വല്ലാതെ ശല്യം വന്നിട്ട്. അധികം ഒറ്റയും പെട്ടയായിട്ട് ഇങ്ങനെ വന്ന എവിടെയൊക്കെ അങ്ങ് പോയിക്കോളും. രൂക്ഷമായിട്ട് ഈ ആന വരാൻ തുടങ്ങിയത് ഇപ്പൊ 5-8 വർഷമായിട്ട് ഇറങ്ങാൻ പറ്റത്തൊരവസ്ഥ. ഒരു നിവൃത്തിയില്ലാതായല്ലേ? അതെ. ഈ റബ്ബർ ഒന്നും വെട്ടുന്നില്ല. ഇല്ല, എങ്ങനെ എന്തിനാ വെട്ടുന്നത്? മൊത്തം അതിന്റെ അവർക്കൊന്നും കിട്ടില്ല. അതിന്റെ തൊലിയാണെങ്കിലും മതി. മാന് വരച്ച് അങ്ങനെ കളയും. ആന വന്നിട്ട് പൊളിച്ച് അങ്ങനെ തിന്നും. ഇപ്പൊ എന്നാലും നല്ല റബ്ബർ നോക്കിട്ട് പുള്ളിക്കാരനിടക്ക് കുറച്ചൊക്കെ വെട്ടിയിടും, ഒട്ടുപാലായിട്ടെല്ലാം കൊടുക്കാന്ന് പറഞ്ഞോണ്ട്. ഇപ്പൊ അതും ഇല്ല. പിന്നെ അതുപോലെ അന്ന് ഞാൻ ആ ഒരു ഇത് വീഡിയോ ചെയ്ത സമയത്ത് അതിന്റെ അടിയിൽ വന്ന വേറെ ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ ടോയ്ലറ്റ് ഈ വീട് പണിത ആളുകൾ തന്നെ പണിതെന്നാണ്? അല്ല, അത് നേരത്തെ മുൻപേ പണിതതാ. അപ്പൊ ടോയ്ലറ്റ് ആണ് ആദ്യം പണിതത്? അത് ടോയ്ലറ്റ് നേരത്തെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ ഇത് പണിതപ്പോ നമ്മള് അവർക്ക് പിന്നെ പൈസക്ക് അവർക്ക് തികയാതെ വന്നകൊണ്ട് നമ്മൾ ആവശ്യപ്പെട്ടില്ല. അവർക്ക് ഈ കുന്നും പ്രദേശമല്ലേ, അപ്പൊ കോൺട്രാക്ടർ കൊടുത്തവർക്ക് നഷ്ടമാന്ന് പറഞ്ഞ് അവര് പിന്നെ ടോയ്ലറ്റ് പിന്നെ പണിയാനുള്ളത് ഇല്ല. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പം പുറത്ത് ടോയ്ലറ്റ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ നിർബന്ധം പിടിക്കാൻ പോയില്ല. അപ്പൊ അത്രയും വലിയ ശല്യമൊന്നും ഇല്ലല്ലോ മൃഗത്തിനെ കൊണ്ട് എന്ന് ഓർത്തിട്ട് നമ്മള് പിന്നെ നമുക്ക് പൈസ കൈ വരും. ഈ വീട് പണിതിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇത് പണിതിട്ട് ഒരു 5-6 വർഷമായിട്ടുണ്ടാവും. അത്രേ ആയിട്ടുള്ളൂ. അതായത് കോൺട്രാക്ടർക്ക് പൈസ തികഞ്ഞില്ലെന്ന് പറഞ്ഞു? തികഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വന്നത് കാരണം നമ്മൾ പിന്നെ ഓർത്തു നമ്മുടെ കൈ പൈസ വരുമ്പോ നമുക്ക് വീടിനോട് ചേർന്ന് തന്നെ എടുക്കാന്ന് ഓർത്തു. അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഇങ്ങനെ ടോയ്ലറ്റ് നേരത്തെ ഉണ്ടായിരുന്നു, വീട് പണിയുന്നതിന് മുന്നേ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് അതിന് മുന്നേ നിങ്ങൾ ഇവിടെ ഷെഡിലാണ് താമസിച്ചോണ്ടില്ല? ഷെഡായിരുന്നു ഞങ്ങൾക്ക്. അവിടെ ഇവിടെ എല്ലാരും ഷെഡ് ഇതുണ്ടല്ലേ, അവിടെ മണ്ണ് ഈ സ്ഥലത്തല്ലേ, അവിടെയാണ് ഷെഡ് വെച്ചോണ്ടിരുന്നത്. എന്നിട്ട് പിന്നെ വീട് ഇങ്ങോട്ട് താഴോട്ട് മാറ്റി. പിന്നെ അവരെ പറയാം ഇവിടെ വെള്ളമൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വെള്ളമില്ലാത്ത പ്രദേശമല്ല. ഒരു വീട് പണിയണമെങ്കിൽ നമുക്ക് ആവശ്യമായ വെള്ളങ്ങൾ വേണമല്ലോ. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായിരുന്നു. എല്ലാം അവർ തന്നെ വെള്ളമെല്ലാം കൊണ്ടുവരുകയും പിന്നെ കുന്നും പ്രദേശമായതുകൊണ്ട് വണ്ടി കയറാത്തൊരു വിഷമം. വലിയ വണ്ടി കയറുകയില്ല. വലിയ വണ്ടിക്ക് അവിടെ കൊണ്ടുവന്ന് കട്ട ഇറക്കിയിട്ട് ചെറിയ വണ്ടിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിച്ചു. അവർക്ക് നഷ്ടം തന്നെയായിരുന്നു. നമുക്ക് പറയുമ്പോ എല്ലാം പറയണമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ അവരുടെ അത്രയും കടംപിടുത്തം പിടിക്കാൻ പോയിട്ടില്ല. അപ്പൊ നമ്മുടെ കൈ വരുന്ന പോലെ നമുക്ക് ഇവിടെ വീടിന് ചേർന്ന് എടുക്കാന്ന് ഉദ്ദേശിച്ചു. സർക്കാർ ഒന്നും ഉണ്ടല്ലോ അവിടെ. അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു. അതും പിന്നീട് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായി മാറി. ഇങ്ങനെ വരും നമ്മള് പിന്നോട്ടുള്ള നമ്മൾ ചിന്തിക്കുന്നില്ല. ഇങ്ങനെ ആനശല്യം കൂടുമെന്ന് വിചാരിക്കുന്നില്ലല്ലോ. അതെ. അതുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങി പോകേണ്ടി വന്നത് അല്ലേ? നമ്മള് പോകുമ്പോ അങ്ങനെ രാത്രിക്ക് ആർക്കെങ്കിലും ബാത്റൂമിൽ പോകണം തോന്നി ഒന്നിച്ചിറങ്ങി നമ്മളിങ്ങനെ ചുറ്റുപാട് നോക്കും. നോക്കിയിട്ട് ഒരാൾ പോകുമ്പോ അടുത്താൾ ഇങ്ങനെ ചുറ്റുപാട് നോക്കും. അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ആന ശല്യം തുടങ്ങിയ പിന്നെ ഇപ്പൊ ആണെങ്കിൽ എല്ലാരും കൂടെ ഒന്നിച്ചിറങ്ങി നിൽക്കേണ്ട അവസ്ഥ വന്നു. എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ. എങ്ങനെ ജീവിക്കുന്നൊരു രൂപമില്ല ആർക്കും. എന്താ ചെയ്യേണ്ടതെന്നും അറിയത്തില്ല. നമ്മൾ വരുന്ന ചാനലുകാരോടാണെങ്കിലും ആര് വന്നാലും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അതിനായുള്ള ഒരു പരിഹാരങ്ങൾ ഉണ്ടാവുന്നില്ലെന്നേ ഉള്ളൂ.
അതുപോലെ അതിനുശേഷം വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് സഹായം മറ്റാരെങ്കിലും ഭാഗത്തുനിന്ന് കിട്ടിയിരുന്നോ? നമ്മുടെ സഹായം എന്ന് പറയാൻ നമ്മുടെ സ്കൂൾ തലത്തിൽ നമുക്ക് കുട്ടികളെ സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് സഹായങ്ങൾ വേണ്ടുന്ന സാധനങ്ങളൊക്കെ അവരിവിടെ എത്തിക്കുകയും ഒക്കെ ചെയ്തു. പിള്ളേരുടെ വിദ്യാഭ്യാസത്തിന്റെ മുന്നോട്ടുള്ള കാര്യമെല്ലാം സ്കൂളുകാർ സംസാരിച്ചിരുന്നു, അങ്ങനെ വല്ലതും പറഞ്ഞിരുന്നോ? അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടില്ല. അങ്ങനെയൊന്നും പറഞ്ഞു. നമ്മള് പിന്നെ അവരോട് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അവര് നമുക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്ന ചടങ്ങിനും കാര്യത്തിനെല്ലാം അവരെ കൊണ്ട് പറ്റും പോലെ സാമ്പത്തികമായിട്ട് അല്ലാതെയാണേലും അവർ നമ്മളെ സഹായിക്കുകയും കുടിക്കുകയും എല്ലാം ചെയ്യുന്ന കാരണം നമുക്ക് അങ്ങനെ അവരോട് പറയാൻ പറ്റില്ല. പിന്നെ അവർ പറഞ്ഞു എന്തുണ്ടെങ്കിലും നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം. പിന്നെ അവരെ പഠന കാര്യത്തിനാണെങ്കിൽ എന്തിനാണെങ്കിലും നിങ്ങൾ അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. അങ്ങനെ അവർക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഞങ്ങളെ ഏറ്റെടുക്കാന്നോ അല്ലെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം അങ്ങനെ ഒരു ഇതിലൊന്നും വന്നിട്ടില്ല. പിന്നെ എല്ലാരും വന്നു നമ്മുടെ ആ വിഷമം നമ്മുടെ ദുഃഖത്തിൽ എല്ലാരും പങ്കുചേർന്നു. വളരെ നന്ദിയുണ്ട് എല്ലാരും വന്നതില് സമാധാനിപ്പിച്ചതില്. കൂടുതലും കെയർ ചെയ്ത അവരെ സ്കൂൾ തന്നെയാണ്. ചേച്ചിക്ക് ജോലിക്ക് പോകുന്നതിനും ബുദ്ധിമുട്ടുണ്ടല്ലേ? എനിക്ക് ഈ വലത്തെ കയ്യില് വേദനയാണ്. അപ്പൊ വെയിറ്റ് ഒന്നും എനിക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഫാമിലായിരുന്നു. ഫാമിൽ ജോലി ചെയ്തോണ്ടിരുന്നു. 14 വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തോണ്ടിരുന്നതാണ്. അപ്പൊ എനിക്ക് ഈ കൈക്ക് വേദന വന്നേ പിന്നെ ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ച് ഞാൻ വീട്ടിൽ തന്നെ. പിന്നെ പുള്ളിക്കാരൻ തന്നെ എല്ലാം പുറത്ത് പണിക്ക് പോയി. വീട്ടിലെ കാര്യങ്ങളോ വീട്ടിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന ചേട്ടൻ തന്നെയായിരുന്നു. വീട്ടിലെ കാര്യം മാത്രം അമ്മയുടെ ചികിത്സയുടെ കാര്യം എല്ലാം പുള്ളിക്കാരനെ നോക്കിക്കൊണ്ടിരുന്നത്. അമ്മയിൽ നിന്ന് പിന്നെ 23 സർജറിയാണ്. ചേച്ചിയൊക്കെ വെള്ളം എടുക്കുന്ന ആ പ്രദേശം ഒന്ന് കാണിച്ചു തരാമോ എനിക്ക്? ഇതാണ് ഇവരുടെ വീട് കേട്ടോ. നമ്മളിപ്പോൾ കാണാനായിട്ട് പോകുന്ന ഈ ചേച്ചിയൊക്കെ വെള്ളം എടുക്കുന്ന പ്രദേശമാണ്. അതായത് കഴിഞ്ഞ ദിവസം ആന ഇതിലെ തന്നെയാണ് പോയത്. ആനതെ ഈ ഒരു കശുമാവിന്റെ ചോട്ടിൽ വന്ന് നിന്ന് ഇവരുടെ നേരെ നോക്കി നിന്ന് അതിനുശേഷം ആന ചിഹ്നം വിളിച്ച് ഇതിലെയാണ് പാസ് ചെയ്ത് പോയത്. ആ സമയത്ത് ഇവര് ഈ കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെ തൊട്ട് താഴെ ഒരു പാത്രമൊക്കെ കഴുകാൻ പോകുന്നൊരു പ്രദേശമുണ്ട്. അതായത് ചെറിയൊരു കുളം പോലെയുണ്ട്. അവിടെ പാത്രം കഴുകിക്കൊണ്ട് നിന്ന സമയത്ത് ആന ആ ഒരു വഴിക്ക് തന്നെയാണ് ആന പോയെന്ന് പറഞ്ഞ് നമ്മളന്ന് വന്നപ്പോൾ നമ്മൾ ഈ ടോയ്ലറ്റും ഈ പരിസരങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടതാണ്. എങ്ങനെയാണ് ഈ പ്രദേശം കിടന്നതെന്നുള്ളത് നമ്മൾ കണ്ടാണ്. ഇപ്പം തെളിച്ചിട്ടുണ്ട് എന്ന് മാത്രം. എന്നാലും ആന ശല്യത്തിന് ഒരു കുറവും ഇവർക്കില്ല കേട്ടോ. ഒരു തൊട്ട് താഴെ കുടിവെള്ളത്തിനായിട്ട് ആശ്രയിക്കുന്ന ഒരു പ്രദേശമാണ്. ഇതാണല്ലേ? ഇത് വെള്ളം പിടിച്ചു വെക്കുന്നതാണോ അതെയോ പിടിച്ചു വെക്കുന്നതാ? ഓഹോ, ഇതാണ് ഇവരുടെ കുടിവെള്ളം. അലക്കാനും നനയ്ക്കാനും കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാത്തിനും ഉപയോഗിക്കുന്ന വെള്ളമാണ് കേട്ടോ. ഇത് പൈപ്പിൽ നിന്ന് എവിടുന്നാ വരുന്നത് ഈ വെള്ളം? അവിടെ ജലനിധി ഉണ്ട്. അവിടെ ഒരു ചെറിയൊരു കുളം പോലെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ പൈപ്പിട്ട് വെള്ളം ഇങ്ങനെ കൊണ്ടുവരിക ചെയ്യും. അത് ആന കുറെ കളയും. അത് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ എല്ലാരും കൂടെ നിന്നിട്ട് മണ്ണിന്റെ അടിയിൽ കൂടെ പൈപ്പ് ഇട്ട് അങ്ങനെ കുറച്ച് ദൂരം വരെ മണ്ണിന്റെ അടിയിൽ കൂടെ ഇട്ടു. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ഇട്ട് അങ്ങനെ കൊണ്ടുവരിക ചെയ്യുന്നത്. ഇപ്പൊ രാത്രിക്കൊക്കെ പൈപ്പ് പൊട്ടിയ വെള്ളം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിട്ട് ശല്യമുണ്ട്, പൈപ്പിന് ശല്യമുണ്ട് ആനയ്ക്ക്. ആ ചേച്ചി അന്ന് മറ്റേ ആരെയോ ഇവിടെ പാത്രം കഴുകിക്കൊണ്ടിരുന്നു. അവിടെ ആയിരുന്നു പാത്രം കഴുകിക്കൊണ്ടിരുന്നത്. ആ ബേസിനാണ് ഇരുന്നത്താ? അവിടെ പാത്രം ഞാൻ നിറക്കി വെച്ചേക്കുമായിരുന്നു. നിറക്കി വെച്ചപ്പോ ആന വന്ന കാരണം അവിടെ നിന്ന് വിളിച്ചു നോക്കുന്നുണ്ട്. ആനയാണെന്ന് പറഞ്ഞപ്പോ ചേച്ചി മരം നിൽക്കുന്നില്ലേ, അതിലൂടെ ചേച്ചി എങ്ങനെയോ ഓടി കയറി. അന്നത്തെ ഞാൻ ഇവിടെ എത്തിന്ന് പറഞ്ഞു ചേച്ചി. ഇതിലെ വന്നിട്ട് എങ്ങോട്ടാ ആന പോയെന്ന് പറഞ്ഞാൽ? അത് നേരെ വഴിയില്ലേ, ഈ വഴി തന്നെയാ പോകുന്നത്? ഈ വഴി തന്നെ പോകുന്നത്. ഈ വഴി തന്നെ പോയി. ഈ വഴി അങ്ങനെ ആ കാണുന്ന വഴി കൂടെ പോയിട്ട് അവര് അങ്ങോട്ട് ഒരു വീടുണ്ട് എന്ന് പറഞ്ഞ പുള്ളിയുടെ വീട്. ആ വീട് കഴിഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങിന്നാ പറഞ്ഞു. അന്നേരം അവിടെ പിന്നെ മതിലിന്റെ പണിയെടുക്കുന്നവരെ കണ്ടു. അങ്ങനെ അവരെ ഒച്ചയും ബഹളമാക്കി മതിൽ കടന്ന് പോവാ പറഞ്ഞു. അതുപോലെ അന്ന് നമ്മൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ ആ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് വീട് വെച്ചത് ഇവർ സ്വന്തമാണ്, ടോയ്ലറ്റ് ഇവർ സ്വന്തമായിട്ട് നിർമ്മിച്ചതാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമുക്കിപ്പോൾ ഒരു തീരുമാനമായി. അതായത് ആ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഈ ടോയ്ലറ്റ് ആദ്യം ഉണ്ടായിരുന്നതാണ്. അവരുടെ ഷെഡ് അങ്ങ് മുകളിലായിരുന്നു. രണ്ടാമതായിട്ട് പണിതാണ് ഈ വീട് പണിത് കഴിഞ്ഞപ്പോൾ കോൺട്രാക്ടർക്ക് ആ വീട് പണിയുടെ പൈസ അവരുടെ എസ്റ്റിമേറ്റും ബഡ്ജറ്റുമായിട്ട് ഒത്തുപോകാതെ വന്നു കഴിഞ്ഞപ്പോൾ
അവർ പറയുകയായിരുന്നു. അങ്ങനെ ഇവർ കടുംപിടുത്തം പിടിച്ചില്ല, ടോയ്ലറ്റിന് വേണ്ടിയിട്ട് അവർ കടുംപിടുത്തം പിടിച്ചില്ല, അതുകൊണ്ട് ടോയ്ലറ്റ് അന്ന് പണിതില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പം തന്നെയാണ് കേട്ടോ. അവർക്ക് ആ ടോയ്ലറ്റും കൂടെ അവിടെ പണിഞ്ഞ് കൊടുക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ അതിന് ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ബഡ്ജറ്റുള്ള അനുസരിച്ച് ബഡ്ജറ്റ് ആക്കി കൊടുക്കേണ്ടതായിരുന്നു. അത് ചെയ്തു കൊടുത്തില്ല. അതുകൊണ്ടാണ് അവർ ഈ ടോയ്ലറ്റ് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല അന്ന് അവർ ഒട്ടും വിചാരിച്ചില്ല ഇത്രയും ആനപ്രശ്നം ഉണ്ടാവുമെന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ അവർക്ക് രാത്രിക്ക് പുറത്തേക്ക് ഇറങ്ങി ടോയ്ലറ്റിൽ പോകാനായിട്ട് ഇത്രയും ദൂരം വരേണ്ട ഒരു അവസ്ഥ വരുന്നത്. ഈ വഴിയെ തന്നെയാണ് ആന എല്ലാ ദിവസവും വന്നും പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഈ വീട്ടുകാർ തലനാരിഴയ്ക്ക് തന്നെയാണ് രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വളരെ പ്രയാസപ്പെട്ട് തന്നെയാണ്, ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ട് പോലും ഈ വീട്ടുകാർക്ക് ഇപ്പോൾ ഒരു മോക്ഷം കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത് കേട്ടോ. വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ഈ വീട്ടുകാർ കഴിയുന്നത്. ഇതിലിങ്ങനെ ഈ വഴി തന്നെ അല്ലേ? അങ്ങനെ സ്ഥിരം നമ്മളിപ്പോൾ നടന്നു വന്ന വഴിയെ കൂടെ തന്നെ. അതുപോലെ തന്നെ ചേച്ചി ഇപ്പൊ ഇങ്ങോട്ട് വണ്ടി കയറുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ടല്ലോ. ഇത്ര നമ്മൾ അന്ന് വന്നപ്പോൾ ഒന്നും ഇങ്ങോട്ടൊന്ന് നടന്നു വരാൻ കഷ്ടിച്ചൊരു വഴിയില്ലായിരുന്നു. ഇതിപ്പോ ഇത് പ്രമാണിച്ച് ചെയ്താണോ? ഇത് ഇങ്ങനെ സംഭവം ഉണ്ടാക്കും. നമുക്ക് വണ്ടി സൗകര്യം വേണമല്ലോ. ഇത് ഇച്ചിരി നേരത്തെ ഈ തെളിക്കലും ഈ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. നമ്മൾ ആവശ്യപ്പെട്ടതായിരുന്നു. അപ്പൊ പൈപ്പിൽ ഇങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടി ഞാനൊരു വട്ടം അവിടെ പോകാൻ നോക്കുമ്പോ ആന അവിടെ നിന്ന് ഒരു 8 മണി സമയത്ത് രാവിലെ. അപ്പൊ അന്നേരം ഇങ്ങനെ ആന വന്നപ്പം അവര് വന്നപ്പോ അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ആന ശല്യം ഞങ്ങൾക്ക് വെള്ളം എടുക്കാൻ പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. അന്നേരം അവര് പറഞ്ഞു പിന്നെ പണിക്കാര് കിട്ടാത്ത കൊണ്ട് ഇപ്പം കാട് തെളിക്കാൻ ആളെ കിട്ടുന്നില്ല, ഉടനെ തെളിക്കുമ്പോ നമുക്കത് ഈ ഭാഗം തന്നെ തെളിക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 3-4 മാസം കഴിഞ്ഞ പിന്നെ ഈ സംഭവം ഉണ്ടായത്. അവർ അന്നേരം ആ പറഞ്ഞ സമയത്ത് തന്നെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആന വരുന്നതും പോകുന്നതും എന്തെങ്കിലും ആണെങ്കിൽ കാണാലോ. ഇപ്പൊ ഇങ്ങനെ ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും അതിന് എന്തെങ്കിലും പരിഹാരം ജീവൻ തിരിച്ചു കിട്ടൂല. നമുക്കറിയാം കൃത്യം 48 ദിവസം മുന്നെയാണ് അനീഷ് എന്ന് പറയുന്ന ചേച്ചിയുടെ ഭർത്താവിനെ ആ വീടിൻ്റെ മുൻവശത്തിട്ട് ആ ഒരു മോഴയാന ചവിട്ടി കൊന്നത്. അതിനുശേഷം ഇപ്പോൾ ആ ചേച്ചി പറഞ്ഞ പോലെ തന്നെ എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ ആന വരുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ആ മോഴയാന കാണിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. അവരുടെ നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല ആ ഒരു കശുമാവിൻ്റെ ചുവട്ടിൽ ആന വന്ന് ഇവരെ നോക്കി നിൽക്കുകയാണ്. ഇവരെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ആന ചിഹ്നം വിളിച്ചുകൊണ്ട് പാഞ്ഞെടുക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞത്. വളരെ പേടിയിൽ തന്നെയാണ് ആ കുടുംബം ഉള്ളത്. അവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. വല്ലാത്തൊരവസ്ഥ തന്നെ കേട്ടോ. കാരണം ഭർത്താവ് മരിച്ചിട്ട് 48 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ കുടുംബത്തിന് ഇനിയും ഒരു ശാപമോക്ഷം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു കഷ്ടം തന്നെ തോന്നുന്നു. അതുമാത്രമല്ല അവർ സംസാരിച്ച മറ്റൊരു കാര്യം കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം അന്ന് ഞാൻ ഈ ആ ഒരു ചേട്ടനെ കാട്ടാന കൊന്നതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വിഷയം കാണിച്ചപ്പോൾ അന്ന് ഇവിടെയുള്ള പല ആളുകളും എൻ്റെ അടുത്ത് സംസാരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ആനയെ പ്രൊവോക്ക് ചെയ്തിട്ടാണ് ആന അവരെ ഉപദ്രവിച്ചത് എന്നുള്ള രീതിയിൽ. അത് ആരാണ് സംസാരിച്ചത്, ആരാണ് അത്തരത്തിൽ പ്രചരിപ്പിച്ചത് എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അന്ന് തന്നെ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇവരോട് ഒന്ന് നേരിട്ട് സംസാരിക്കണം, അവരോട് ഇത് എന്താണ് നടന്നതെന്നൊന്ന് അന്വേഷിക്കണം എന്നുള്ളതൊക്കെ. അല്ലാതെ നമ്മളങ്ങനെ പറഞ്ഞ് പരത്തിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനത് വീഡിയോയിൽ പറയാതിരുന്നതും. പക്ഷേ ആ ചേച്ചി പറഞ്ഞ കാര്യങ്ങളിപ്പോൾ നമ്മൾ കേട്ടതാണ്. രാത്രി മൂത്രം ഒഴിക്കാനായിട്ട് പുറത്തിറങ്ങിയപ്പോൾ തന്നെയാണ് ഈ ഒരു സംഭവം നടന്നത്. അവർ കണ്ടില്ല ആനയെ. ആന പെട്ടെന്ന് പാഞ്ഞെടുക്കുകയായിരുന്നു. ആ വീടിൻ്റെ മുൻവശത്ത്, ആ വീടിൻ്റെ സൈഡിലായിട്ട് അരമണിക്കൂറോളം ആന അവിടെ നിന്നു. അവർക്കൊരു സഹായത്തിന് പോലും ആർക്കും അങ്ങോട്ട് എത്താനായിട്ട് സാധിച്ചില്ല എന്ന് പറയുന്നൊരു വല്ലാത്തൊരു ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥ തന്നെയാണ്. അതുമാത്രമല്ല ആ വീട്ടിലേക്കൊരു വഴി പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് വഴിയും കാര്യങ്ങളൊക്കെ വന്നു. ഇതൊക്കെ ആ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നതാണ് കേട്ടോ. ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് നേരത്തെ ചെയ്യുകയായിരുന്നെങ്കിൽ ആ കുടുംബത്തിന് കുറേ കൂടെ ഒരു ആശ്വാസമായിരുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ കാടൊക്കെ തെളിച്ചിട്ടിരുന്നെങ്കിൽ ഇത്തരമൊരു അപകടം അവിടെ നടക്കില്ലായിരുന്നു എന്നുള്ളതാണ് ആ ചേച്ചി പറഞ്ഞത്. ഏതായാലും നമ്മൾ ഇത്തരം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കുടുംബത്തിലൊക്കെ ഇതുപോലെയൊക്കെ സംഭവിച്ചാൽ മാത്രമേ നമുക്കിതിൻ്റെ ഒരു വിഷമം മനസ്സിലാവുള്ളൂ. ആ ചേച്ചി കണ്ണീരോടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടാണ്. മറ്റൊരുവൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളിതുപോലെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് പരത്തുമ്പോൾ നമുക്കൊരു മനസ്സുഖം ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷേ മറ്റ് ആളുകളെ ഇതെങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് ഒരിക്കലും അറിയത്തുണ്ടാവില്ല.
അപ്പോൾ നമ്മുടെ കാര്യം വരുമ്പോൾ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തത വരുള്ളൂ. അപ്പോൾ ഇത്തരം തെറ്റായ ഇൻഫർമേഷനുകൾ പാസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അത് മറ്റാരെങ്കിലുമൊക്കെ ബാധിക്കുന്നുണ്ടാവും എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. ഏതായാലും അവരുടെ കാര്യം വലിയ കഷ്ടത്തിൽ തന്നെയാണ്. എന്നും ആന അവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം നമുക്കറിയാം, നമ്മൾ ചപ്പമല മത്തഞ്ചേട്ടൻ്റെ അടുത്തും അവിടെയൊക്കെ നമ്മൾ അലാം സിസ്റ്റം, ജിഷോയുടെ അലാം സിസ്റ്റമൊക്കെ കൊണ്ടുവച്ച് അവിടെ പല ദിവസങ്ങളും അത് അടിക്കുന്നുണ്ട്. അപ്പോൾ മറ്റു മൃഗങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് അതുപോലെ ഒരു അലാം സിസ്റ്റം ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ളവർ ആരെങ്കിലും ഒന്ന് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതൊരെണ്ണം അവിടെ കൊണ്ടുപോയി വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ വീഡിയോ കാണുന്ന ആരൊക്കെങ്കിലും അതിനൊരു താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. ഒത്തിരി ഉപകാരമായിരിക്കും ആ ഒരു കുടുംബത്തിന്. കാരണം ഒരു ഭർത്താവും നഷ്ടപ്പെട്ടു, ഇനി ആ ഒരു കുടുംബമെങ്കിലും സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കട്ടെ. അവർക്ക് വേറെ നിവൃത്തിയില്ല, ആ വീട് വിട്ട് പോകാനോ വേറെ ഒരു മാർഗ്ഗവും ഇല്ല. അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടാണ്, നഷ്ടപരിഹാരം പോലും മുഴുവനായിട്ട് കിട്ടിയില്ലെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ഒരു അലാം സിസ്റ്റവും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തും. ആർക്കെങ്കിലും അതൊന്ന് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവ് ഇത് ഒന്ന് അറിയിക്കുക കേട്ടോ, എങ്കിൽ ഒത്തിരി ഉപകാരമായേനെ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലാണ് കാണിക്കാവുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.